റീ റിലീസുകളുടെ ആഘോഷ പെരുമഴയാണ്. എന്തായാലും മമ്മൂട്ടിയുടെ അടുത്ത റിലീസ് അമരമാണെന്ന് പറയുന്നു. നവംബർ 7-ാം തീയതി റിലീസാണെന്ന് പറയുന്നു. പക്ഷേ നമുക്ക് ഈ മമ്മൂട്ടിയുടെ അഭിനയ പ്രാധാന്യവും അസാധാരണ പടമാണ് അമരം. അതിനകത്ത് സംശയമൊന്നുമില്ല. പാട്ടുണ്ട്, ഇമോഷണൽ സീനുകളുണ്ട്, ഗംഭീര ചിത്രമാണ്. ഭരതൻ്റെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നാണ്. പക്ഷെ ഇത് ഒരു റീ റിലീസിനുള്ള വകുപ്പുണ്ടോ ഫാൻസുകാർക്ക് അർമാദിക്കാൻ? ഒരിക്കലും ഇല്ല. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ കമന്റ്സ് ഇടുക. എന്തായാലും മമ്മൂട്ടിയുടെ തന്നെ മായാവിയും അണ്ണൻ തമ്പിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു പറയുന്നു 4K റിലീസ്. അങ്ങനെയുള്ള എന്തും വേണ്ടി സിനിമകൾ, ധ്രുവം, കോട്ടയം കുഞ്ഞച്ചൻ, നായർ സാബ് പോലുള്ള പഴയ ചിത്രങ്ങൾ പോലും വാല്യൂ ഉള്ള, റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രങ്ങളുണ്ട്. പുത്തനാണെങ്കിൽ രാജമാണിക്യവും ഈ പറഞ്ഞ പോലെ ബിഗ് ബിയും അണ്ണൻ തമ്പിയും ഒക്കെ കിടക്കുമ്പം, ചട്ടമ്പി നാട് പോലും കിടക്കുമ്പം എന്തിനാണ് ഈ റിപ്പീറ്റ് വാല്യൂ ഇല്ലാത്ത സിനിമകൾ ചെയ്യുന്നുള്ളതാണ്. എന്തായാലും ഇനി മാറ്റങ്ങൾ വരുമായിരിക്കാം. എന്തായാലും അമരം പോലുള്ള സിനിമകൾ ക്ലാസിക് സിനിമകളാണ്. പക്ഷേ ഇത് 4K അല്ലെങ്കിൽ റീ റിലീസ് ചെയ്യുന്നതിനോട് പേഴ്സണലായിട്ട് എനിക്ക് താല്പര്യമില്ല. എന്നല്ല നിങ്ങളുടെ കമന്റ്സ് ഉറപ്പായിട്ടും നിർമ്മാതാവിൻ്റെ, ആ പടത്തിന്റെ നിർമ്മാതാവിന്റെ തീരുമാനമാണ് അന്തിമം. നമുക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്തായാലും നവംബർ 7-ന് 4K റീ റിലീസിങ്ങിന് അമരം ഒരുങ്ങിക്കഴിഞ്ഞു.